ജയിലിൽ ഇൻസുലിൻ ലഭ്യമാക്കണമെന്നും എല്ലാ ദിവസവും 15 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി റോസ് അവന്യൂ കോടതി ഇന്ന് വിധി പറയും. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർത്തി ജാമ്യം തരപ്പെടുത്താൻ വേണ്ടി കെജ്രിവാൾ അമിതമായി മധുരം കഴിക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും ഇഡിയുടെ ഒരു ആരോപണം വന്നിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക ആവശ്യവുമായി അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വരുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നിർണായകമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. കെജ്രിവാളിന് അദ്ദേഹത്തിന്റെ പ്രമേയ നില കുതിച്ചുയരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പ്രമേയ നിലയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ സേവനം തുടർച്ചയായി ലഭ്യമാക്കണമെന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിന്റെയും ആവശ്യം. കെജ്രിവാൾ തനിക്ക് ഇൻസുലിൻ ലഭ്യമാക്കണമെന്നും ഒപ്പം തന്നെ എല്ലാ ദിവസവും 15 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹർജി നൽകിയത്. അത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇ.ഡി അടക്കം അദ്ദേഹത്തിനെതിരായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നതിനായി ഭക്ഷണം കഴിക്കുകയാണ് എന്നും അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ച ഭക്ഷണക്രമം അല്ല പാലിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. തുടർന്ന് കോടതി അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം, ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഈ തിഹാർ ജയിൽ അധികൃതർ കെജ്രിവാളിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് അക്കാര്യത്തിൽ കെജ്രിവാളിന്റെ ഹർജിയിൽ കോടതി വിധി പറയാനിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അറസ്റ്റിന് ഏറെ മുമ്പ് കെജ്രിവാൾ തനിക്കെതിരായ സമൻസ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. റോസ് അവന്യൂ കോടതി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിലാണ് നിലവിൽ ആ ഹർജിയും ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആ ഹർജിക്ക് പ്രസക്തിയില്ല. കാരണം കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന് ഇ.ഡി കോടതിയെ അറിയിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, ബൽറാം ഇപ്പോഴും മാസ്ക് വെച്ചാലും ചോദിക്കുന്നുണ്ടോ? വേറൊരു പ്രേക്ഷ ബിന്ദു വർഗീസ് ബൽറാമിനോട് നമ്മുടെ പ്രേക്ഷകർക്കുള്ള വലിയ കരുതലാണ്. പക്ഷേ ബൽറാം അവിടെ നിന്ന് വന്നു. അവിടെ നമ്മുടെ നേരത്തെ മാലിന്യ കുമ്പാരത്തിന് അവിടെ നിന്ന് വന്നു. അതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്.